ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് യോക്ക് പ്ലീറ്റ് വരുന്ന ഒരു ഡിസൈനർ കുർത്തിയാണേ. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്നും ഓർഡർ ചെയ്ത മെറ്റീരിയലാണ്. കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ. സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ടോട്ടൽ ലെങ്ത് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാനിതിനെ 4 ആക്കി ഒന്ന് ഫോൾഡ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഈ കാണുന്ന രീതിയിലാണ് കേട്ടോ. ഒരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത്, ലീഫും ഉണ്ട്. അപ്പോൾ 4 ആക്കി ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് വേണ്ട ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് സീം അലവൻസോട് കൂടി ചേർത്ത് 45 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 45 ഇഞ്ച് വരുന്ന ഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുത്ത ശേഷം ആ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇപ്പോൾ വള്ളി വെക്കുന്ന കുർത്തിയാണെങ്കിൽ അങ്ങനെ നമുക്ക് ആ ഒരു താഴത്തെ പോർഷൻ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ നിന്നും യോക്കിന് വേണ്ടി 10.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടും ബാക്കും 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പോർഷൻ നമുക്ക് ഫസ്റ്റ് തന്നെ മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് യോക്ക് പ്ലീറ്റ് വരുന്ന കുർത്തിയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബാക്കി മെഷർമെൻറ്റ്സ് കൊടുക്കാം. ഷോൾഡറിൻ്റെ ഹാഫ് ഇവിടെ 7 ഇഞ്ച് എടുക്കുന്നുണ്ട്. ആം ഹോളിന് വേണ്ടിയിട്ടും 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 40 ഇഞ്ചാണ്. 2 ഇഞ്ചും കൂടി സീം അലവൻസ് ഇട്ട ശേഷം 12 ഇഞ്ച് 4 ഭാഗം മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ആം ഹോളാണ്. ഫ്രണ്ടും ബാക്കും നമ്മൾ എങ്ങനെയാണോ ആം ഹോൾ ചെയ്യുന്നത് അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു 10.5 ഇഞ്ചിൽ കൊടുക്കേണ്ട മെഷർമെൻറ്റ് ഫസ്റ്റ് മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ബസ്റ്റ് റൗണ്ട് എത്രയാണെന്ന് മെഷർ ചെയ്ത ശേഷം ആ മെഷർമെൻ്റാണ് അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ 4 ഭാഗം, അപ്പോൾ മുകളിൽ കൊടുത്തേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ യോക്ക് പോർഷൻ ഫ്രണ്ടും ബാക്കും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോൾ പിന്നീട് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തില്ലേ 10.5 ഇഞ്ച്, അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത്ത് 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പഫ് വരുന്ന സ്ലീവാണ്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ 10 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ശേഷം നമുക്ക് സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യണം. ഇവിടെ 10 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം താഴത്തേക്കൊരു 2.5 ഇഞ്ച് കുഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഒരു പോയിൻറ്റും ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഈ 2 പോയിൻറ്റ്സും കൂടി ചേർത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ 3/4 സ്ലീവ് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെ ചെയ്യാം. ഇനി നമുക്ക് പഫ് കൊടുക്കാൻ വേണ്ടി ഈ മുകളിലേക്ക് ഒരു 4 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു 4 ഇഞ്ചിൽ നിന്നും ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ മിഡിൽ ഭാഗത്തേക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് വരച്ചെടുക്കുക. ഈ കാണുന്ന പോലെയാണ് പഫ് കൊടുക്കാൻ വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യുക. ശേഷം തമ്മിൽ ജോയിൻ ചെയ്ത് സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ പഫ് സ്ലീവ് മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാവാത്തവർ ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് ചെയ്ത് നോക്കണേ. ഇനി ഏതുവരെയാണോ പഫ് വേണ്ടത് ആ ഒരു പോർഷൻ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് യോക്കിലേക്ക് ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്ക് പീസാണ് കേട്ടോ. ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആണ് യോക്കിന് മെഷർമെൻറ്റ് കൊടുക്കുന്നത്. 3 ഇഞ്ച് നെക്കിൻ്റെ അകലവും 5 ഇഞ്ച് ഇറക്കവുമാണ് ബാക്ക് പീസ് കൊടുക്കുന്നത് കേട്ടോ. സ്ക്വയർ നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്ക്വയർ മാർക്ക് ചെയ്ത ശേഷം ലൈനിങ്ങും മെയിൻ ക്ലോത്തുമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിന് വിഡ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ചും ഇറക്കം 5.5 ഇഞ്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തച്ച് കഴിയുമ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ അതും സ്ക്വയർ നെക്ക് തന്നെയാണ്. അപ്പോൾ രണ്ടും ഇതുപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും വെച്ച ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോള് കുഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൂടി നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ യോക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സ്കേർട്ട് പോർഷനാണ് കേട്ടോ. സ്കേർട്ട് പോർഷൻ നമുക്ക് പ്രത്യേക കട്ടിംഗ് ഒന്നുമില്ല. ഫ്രണ്ടിൽ പ്ലീറ്റും ബാക്കിൽ നമുക്ക് എ ലൈനായിട്ടുമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഫ്രണ്ട് യോക്ക് പോർഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് കട്ട് ചെയ്യാവേ. അപ്പോൾ യോക്ക് പോർഷൻ ഇതുപോലെ നമുക്ക് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച ശേഷം നെക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത ശേഷം ഈ കാണുന്ന രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ക്യാൻവാസ് വെക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. 2 കോർണറിൻ്റെ പോർഷനിലും കട്ടിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ ഒരു സീം അലവൻസും ലൈനിങ്ങും കൂടി ചേർത്ത ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ചൊക്കെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ക്യാൻവാസ് വെക്കാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫെക്ഷനോട് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നല്ല വശത്തേക്ക് ഇട്ട് കൊടുത്ത് ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തെടുക്കുക.
അപ്പോൾ ഫ്രണ്ടും ബാക്കും യോക്ക് പോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി ഷോൾഡറാണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ആ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് സ്ലോയിൽ കാണിക്കുന്നത്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷനാണ് അടിയിലിരിക്കുന്നത്. ഫ്രണ്ട് പോർഷൻ അതിൻ്റെ നല്ല വശത്ത് ഈ കാണുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ശേഷം ബാക്ക് പോർഷൻ്റെ ലൈനിങ് ഈ കാണുന്ന പോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സീം അലവൻസ് ഉള്ളിലായി തന്നെ പോകും. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ കാണുന്ന രീതിയിലാണ് കേട്ടോ ഉള്ളത്. കണ്ടോ, നല്ല ഫിനിഷിംഗ് ആയി തന്നെ നമുക്ക് ഉള്ളിലും കിട്ടും. അപ്പോൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിലേക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ സ്ലീവിൽ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം മുതൽ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സോ നിങ്ങൾക്ക് ചുരുക്കോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ചെറിയ പ്ലീറ്റ്സാണ്, ഒരു ഡയറക്ഷനിലേക്ക് തന്നെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ അടുത്ത ഒരു കട്ട് വരെയാണ് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ഇതിൻ്റെ ഷോൾഡറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ എത്താതെ വരും കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അരികു വശത്ത് നിന്നും 2-3 സ്റ്റിച്ചൊന്ന് അഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ലെങ്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ മുന്നേ ഒരു വീഡിയോയിൽ നമ്മളിതുപോലെ ചെയ്തിരുന്നപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നതാണേ, കറക്റ്റ് എത്തുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ചിലപ്പോൾ പ്ലീറ്റ്സ് അടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ ലെങ്ത് കുറഞ്ഞു പോകുന്നതാണ്. അന്നേരം ആ ഒരു അരികു വശത്ത് നിന്ന് 2 പ്ലീറ്റ്സ് എടുത്ത ശേഷം നിങ്ങൾ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ മിഡിൽ ഭാഗം എടുത്ത ശേഷം ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് പോർഷൻ നോക്കാം കേട്ടോ. അപ്പോൾ ബാക്ക് പോർഷൻ നമുക്കിവിടെ പ്ലെയിനായിട്ട് എ ലൈനായിട്ടാണ് വരുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ യോക്കിന് വേണ്ടി 10.5 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നല്ലോ. ഇനി നമുക്ക് താഴത്തേക്ക് വേണ്ടത് യോക്കിൽ നിന്നും ബാലൻസ് ഉള്ള ഭാഗമാണ് വേണ്ടത് കേട്ടോ. അപ്പം ടോപ്പിൽ നമ്മൾ 12 ഇഞ്ചാണ് കൊടുത്തത്. 12 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം താഴത്ത് ഒരു ടോപ്പിൽ നിന്ന് ഒരു 14 ഇഞ്ച് താഴത്തേക്ക് വെച്ച് ഷേപ്പിൻ്റെ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യണം. ശേഷം സ്ലിറ്റ് വരുന്നൊരു ഭാഗമുണ്ട് കേട്ടോ, ഒരു 21 ഇഞ്ചോളമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് വെച്ച ശേഷം സ്ലിറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് എത്രയാണോ വണ്ണം വേണ്ടത് ആ ഒരു വണ്ണം മാർക്ക് ചെയ്തെടുക്കുക. ശേഷം താഴെ വരെ എ ലൈനായി മാർക്ക് ചെയ്ത് പോകണേ. ഇത് ബാക്ക് പോർഷനാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ പ്ലീറ്റ് കൊടുക്കുന്നത്. അപ്പം ബാക്ക് പോർഷൻ ഈ കാണുന്ന രീതിയിൽ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷൻ നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്ന നേരം കാണിക്കാവേ. അപ്പോൾ ബാക്ക് പോർഷൻ എ ലൈനായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് പീസാണേ. ഫ്രണ്ട് പീസ് നമുക്ക് പ്രത്യേകിച്ച് കട്ടിംഗ് ഒന്നുമില്ല. ഒരു ഫോൾഡഡ് ആയിട്ടുള്ള സൈഡിൽ 3 ഇഞ്ച് ആണ് നമുക്ക് പ്ലീറ്റ്സ് നിൽക്കേണ്ടത് കേട്ടോ. അതായത് നമ്മുടെ നെക്കിൻ്റെ പോർഷൻ എത്രയാണോ വരുന്നത്, നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്. അപ്പോൾ ആ ഒരു 3 ഇഞ്ചിലാണ് ഞാനിവിടെ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് യോക്കുമായിട്ട് ജോയിൻ ചെയ്യാം. അപ്പോൾ പ്ലീറ്റ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ യോക്കിൻ്റെ മിഡിൽ ഭാഗമാണ് ഇപ്പോൾ മാർക്ക് ചെയ്തത്. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് പ്ലീറ്റ്സ് നിൽക്കേണ്ടത്. ബാക്കി പോർഷൻസ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ആ 2 സൈഡ് വരെയും നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ആ ഒരു നെക്കിൻ്റെ ഭാഗമില്ലേ, അവിടെ വരെ വേണം അടുത്ത ഒരു ജോയിൻറ്റ് വരേണ്ട കേട്ടോ. ശേഷമാണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അത് മുതൽ അരികു വശം വരെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മിഡിൽ പോർഷൻ മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആക്കി ഇട്ട് കൊടുക്കുക. അതാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വശത്തേക്ക് ഇതുപോലൊരു ലേസ് കൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ പ്ലീറ്റ്സിൻ്റെ പോർഷൻ ഒന്ന് പതിഞ്ഞ് നിൽക്കുകയും ചെയ്യും. നമുക്ക് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഈ ലേസും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ എനിക്ക് മാച്ചിങ് ആയിട്ടുള്ള ലേസ് കിട്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ ബ്ലാക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുത്തത് 1/2 ഇഞ്ച് വീതിയുള്ള ലേസാണ്. അപ്പോൾ അറ്റം വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് പോർഷനാണ് നമുക്ക് ഈ ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം ബാക്ക് പോർഷൻ എ ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പ്ലീറ്റ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് പോർഷൻ കാണിക്കുന്നില്ല കേട്ടോ. ഇനി സൈഡ് ക്ലോസ് ചെയ്ത് നമ്മൾ താഴെ ഭാഗം ഫോൾഡ് ചെയ്ത് കൂടി എടുത്താൽ മതി. അപ്പോൾ അതുകൂടി ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് കാണാം. അപ്പം ദേ ഇതുപോലെയാണ് കുർത്തിയുടെ ഫൈനലായിട്ടുള്ള ലുക്ക്. നല്ല ഭംഗിയുള്ളൊരു മോഡലും കൂടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ തുണിയിൽ ഇതുപോലെയുള്ള ചെയ്ത് നോക്കാം. ഷിഫോണിലും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് കോട്ടൺ ആയാലും അത്യാവശ്യം ഒതുങ്ങി നിൽക്കുന്ന കോട്ടൺ തന്നെയാണേ.
അപ്പോൾ ഞാൻ ഈ മെറ്റീരിയലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വേണ്ടവർക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക്